അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. വ്യാഴാഴ്ചയാണ് അമീർ ഖാൻ മുത്തഖി പ്രഥമ ഇന്ത്യ ദർശനത്തിന് ന്യൂഡൽഹിയിലെത്തിയത്. വെള്ളിയാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശേഷം ഉച്ചകഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ എംബസിയിൽ മുത്തഖി നടത്തിയ വാർത്താ സമ്മേളനത്തിലേക്ക് വനിതകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. താലിബാന്റെ സ്ത്രീവിരുദ്ധ സമീപനത്തിന്റെ പ്രതിഫലനമാണിതെന്നും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വിവേചനപരമായ നയങ്ങൾക്ക് അവസരം നൽകിയ കേന്ദ്ര സർക്കാരിനെയും വനിതാ മാധ്യമ പ്രവർത്തകർ ശക്തമായി വിമർശിച്ചു. സ്ത്രീകളോട് ഇത്രയും അവഹേളനം കാട്ടുന്ന താലിബാൻ സംഘത്തെയാണ് കേന്ദ്ര സർക്കാർ പൂർണ്ണ സംരക്ഷണത്തോടെ സ്വീകരിച്ച് ആനയിക്കുന്നതെന്നാണ് മാധ്യമ പ്രവർത്തക സുഹാസിനി ഹൈദർ കുറിച്ചത്. ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ പോലും മുറിയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാത്ത വാർത്താ സമ്മേളനത്തിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതെല്ലാം വെറും പ്രചാരണം മാത്രമായിരുന്നു എന്നായിരുന്നു മുത്തഖിയുടെ മറുപടി. അതേസമയം മുംബൈയിലെ അഫ്ഗാനിസ്ഥാൻ കോൺസുലർ ജനറലാണ് വാർത്താ സമ്മേളനത്തിലേക്ക് മാധ്യമ പ്രവർത്തകരെ ക്ഷണിച്ചതെന്നും വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയതിൽ ഇന്ത്യക്ക് പങ്കില്ലെന്നുമാണ് വിദേശ മന്ത്രാലയം പ്രതികരിച്ചത്. വനിതകളെ വിലക്കിയതിനെതിരെ പ്രതികരിച്ച് കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയും തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രയും രംഗത്തെത്തി. താലിബാൻ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ ജേർണലിസ്റ്റുകളുടെ അഭാവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കണമെന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതിനു വേണ്ടി മാത്രമാണോ പ്രധാനമന്ത്രി വനിതകളുടെ അവകാശത്തെ വിലമതിക്കുന്നതെന്നും പ്രിയങ്ക ചോദിച്ചു. കേന്ദ്ര സർക്കാരിനും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു മഹുവയുടെ പ്രതികരണം. വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കി പുരുഷന്മാർക്ക് മാത്രമുള്ള വാർത്താ സമ്മേളനം നടത്താൻ അനുമതി നൽകാൻ എസ് ജയശങ്കറിന് എങ്ങനെ ധൈര്യം വന്നുവെന്നും നട്ടെല്ലില്ലാത്ത നമ്മുടെ പുരുഷ മാധ്യമ പ്രവർത്തകർ എന്തിനവിടെ ഇരുന്നുവെന്നും മഹുവ ചോദ്യങ്ങൾ ഉയർത്തി. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ സഹകരണം ശക്തമാക്കുകയാണ്. കാബൂളിൽ എംബസി പുനരാരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണം, സാങ്കേതിക സഹായം, മാനുഷിക സഹായം, സുരക്ഷാ സഹകരണം, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു.